നമസ്കാരം. പാതി വഴിയിൽ പഠനം നിർത്തിയ ഒരു മകനെയും കൊണ്ട് ഒരമ്മ തിരികെ വരികയാണ് കാറിൽ. അമ്മയ്ക്ക് വിഷമം അടക്കാനാകുന്നില്ല. വഴിയരികിൽ കാറ് നിർത്തി അമ്മയുടെ കണ്ണിൽ നിന്നും ധാരാളമായി കണ്ണുനീർ വീഴുകയാണ്. ഇത് കണ്ട മകൻ്റെ ഉള്ള് ഒന്നുലഞ്ഞു. അവൻ വളരെ പെട്ടെന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ ഒന്നുകൂടി പഠിക്കാൻ ശ്രമിച്ചു നോക്കാം. അമ്മ ശാന്തമായിരിക്കുക, വീട്ടിൽ പോയി സെറ്റായി നമുക്ക് വീണ്ടും കോളേജിലേക്ക് തന്നെ തിരികെ വരാം. പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. പ്രായത്തെയോ നഷ്ടപ്പെടുന്ന കാലത്തെയോ ആലോചിക്കാതെ പടിയിറങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകൾ, കുഞ്ഞുങ്ങളുള്ള ഒരു കാലമാണ് ഇത് എന്ന് ഓർക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പരിശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇണക്കിയെടുക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലതും. അത് ചെറിയൊരു കുപ്പായമാണെങ്കിലും ഒരു കളിപ്പാട്ടമാണെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു പക്ഷേ പരാജയം അത് തന്നെയായിരിക്കാം. എല്ലാത്തിനും പകരം നൽകുന്ന ഒരു സ്വഭാവ വിശേഷത്തിൽ നിന്ന് മാറി ഉള്ളത് ഇണക്കിയെടുക്കുവാൻ, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുത്താൽ ഈ പല കോഴ്സുകളുടെയും മധ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു വരുന്ന, പല പാഠങ്ങളുടെയും നടുവിൽ വെച്ച് അവസാനിപ്പിക്കുന്ന, പല ജീവിതങ്ങളും ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഈ ദുരനുഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടി പരിശ്രമിച്ചു നോക്കട്ടെ. അതൊരു നല്ല വാക്കാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായി മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ട ഒരു പരിശീലന വാചകമാണ്. നീ ഒന്നുകൂടി പരിശ്രമിച്ചു നോക്കൂ, നിനക്കത് കഴിയും, നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ചെറുപ്രായം മുതൽ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട മനോഹരമായൊരു വാക്കാണ്. സ്വാഭാവികമായും ആ മകൻ്റെ വായിൽ നിന്നും അത് തനിയെ പുറപ്പെട്ടു വന്നത് എന്നതുകൊണ്ട് അവന് വീണ്ടും ആ കോഴ്സിലേക്ക് തിരികെ പോകുവാൻ ഇടയായി, പഠിക്കുവാനിടയായി, മിടുക്കനാകാനിടയായി. ഇതൊരു നേരനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയൊരു കളിപ്പാട്ടമാണെങ്കിലും വസ്ത്രമാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഒരു പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ അവിടെ വെച്ച് പിന്തിരിഞ്ഞ് വരികയല്ല, മറിച്ച് ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കട്ടെ, ഒന്ന് ഇണക്കിയെടുക്കട്ടെ, നേരെയാകുമെന്ന് ചിന്തിക്കുവാൻ തലമുറകൾക്ക് തോന്നലുണ്ടാകണം. അതൊരു വലിയ പാഠമാണ്. ഈ പാഠത്തിലൂടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.